ലൈഫിലത്തെ ഓരോ ദിവസങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ രീതിയിൽ വ്യത്യസ്തമാണല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ കുക്കിങ്ങിലായാലും ചില ദിവസങ്ങളിലൊക്കെ ചെറിയ രീതിയിലൊക്കെ വലിയ രീതിയിലെങ്കിൽ അല്ലെങ്കിലും ചെറിയ രീതിയിലൊക്കെ വ്യത്യസ്തങ്ങൾ വരുത്താൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളിന്ന് പുറത്തേക്കൊക്കെ പോയായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു, പുറത്ത് പോയി ചായയൊക്കെ കുടിച്ചു. പിന്നെ നമ്മുടെ പുളി ഇട്ടിട്ട് എല്ലാ ദിവസവും യൂസ് ചെയ്യണില്ലെങ്കിലും പുളിയൊക്കെ ഇട്ടിട്ട് ഒരു കറി വെച്ചു. പിന്നെ സോയാ ചങ്ക്സ് നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്ത് ഗ്രേസിനും ഞാനൊക്കെ ഇഷ്ടപ്പെട്ട നല്ലൊരു ഫ്രൈ ഒക്കെ ഉണ്ടാക്കി. ബ്രേക്ക്ഫാസ്റ്റും എല്ലാം ഉൾക്കൊള്ളിച്ച ഒരു വീഡിയോ ആണ് കേട്ടോ. എത്ര കിലോമീറ്റർ ഓടിച്ച്? അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും വൈഡ് വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സ്റ്റീവിന് മിക്ക ദിവസങ്ങളിൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ടെങ്കിലും ഞങ്ങളെപ്പോഴും അങ്ങനെ ഉണ്ടാക്കി കഴിക്കാറില്ല. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ടൊന്നും ഉണ്ടാക്കി കഴിക്കാറില്ല. വേറെ ഒന്നുമല്ല, ഗോതമ്പ് ദോശയാണ്. ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് അത് മിസ്സിങ് ആണ്. അപ്പോൾ എന്തായാലും ഇന്ന് ഗോതമ്പ് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഗോതമ്പ് ദോശയിൽ ഗോതമ്പ് പൊടിയിൽ ഒരു മുട്ടയും ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് വെള്ളം ഒഴിച്ച് ഇത് മിക്സ് ചെയ്തൊക്കെ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഗോതമ്പ് ദോശയും കറിയാണ്. അപ്പോൾ അങ്ങനെ അതേ ഗോതമ്പ് ദോശയ്ക്കുള്ളത് ഞാൻ മിക്സ് ചെയ്ത് വെച്ചു. അമ്മയ്ക്ക് ഗോതമ്പ് ദോശയോട് വലിയ താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്ക് ഓട്സ് മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് ബ്രഷ് ചെയ്യാനുള്ള വെള്ളമൊക്കെ കൊടുത്തു. അങ്ങനെ രാവിലത്തെ അമ്മയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അമ്മയ്ക്ക് ഞാൻ ഓട്സൊക്കെ കൊണ്ട് കൊടുത്തിട്ട് അമ്മയ്ക്ക് ഓട്സും ചമ്മന്തി മതി എന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് അങ്ങനെ ഓട്സും ചമ്മന്തിയൊക്കെ കൊണ്ട് കൊടുത്തു. പിന്നെ ഇനി ഞങ്ങൾക്കുള്ള ഫുഡ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഗോതമ്പ് ദോശയുടെ കൂടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് പരിപ്പ് കറിയാണ്. പരിപ്പ് കറി ചപ്പാത്തിയുടെ കൂടെ ഗോതമ്പ് ദോശയുടെ കൂടെ അങ്ങനെ കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. പിന്നെ അമ്മയ്ക്ക് അങ്ങനെ പരിപ്പൊന്നും അത്രയും വലിയ താല്പര്യമില്ല, പക്ഷെ കഴിക്കും കേട്ടോ. ചെറുതായിട്ടൊക്കെ കഴിക്കും, അങ്ങനെ വലിയ ഇൻട്രസ്റ്റഡ് അല്ല അങ്ങനെ. അപ്പോൾ എന്തായാലും പരിപ്പൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപ്പിൽ ഞാൻ തക്കാളിയും കൂടി ഇട്ടിട്ടാണ് വേവിച്ചത്. ഞാനിങ്ങനെ പരിപ്പ് സെപ്പറേറ്റ് മാത്രമായിട്ടാണ് എപ്പോഴും കറി വെക്കാറ്, അല്ലെങ്കിൽ തേങ്ങയൊക്കെ അരച്ച് വെക്കണം, അങ്ങനെയൊക്കെ ഞാൻ ചെയ്യാറുള്ളൂ. തക്കാളിയൊക്കെ ഇട്ട് അങ്ങനെ വെക്കാറില്ല. അപ്പോൾ ഇനി എനിക്കും സന്നജാണ്ടും മാത്രം മതി. അപ്പോൾ അതുകൊണ്ട് പിന്നെ ബാക്കി നമുക്ക് ഉച്ചയ്ക്കും എടുക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേവിക്കാൻ വേണ്ടി ഉപ്പും അങ്ങനെ ഒരു തക്കാളിയും ഉപ്പിട്ടില്ലായിരുന്നു കേട്ടോ. തക്കാളിയും ഒരു സവാളയൊക്കെ അരിഞ്ഞിട്ട് അങ്ങനെ ഞാൻ പരിപ്പൊക്കെ വേവിച്ച് റെഡിയാക്കി അങ്ങനെ വെച്ചായിരുന്നു. അപ്പോൾ ഇനി കറി റെഡിയാക്കാൻ പോവാണ്. അപ്പം നമ്മുടെ ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഞാനിന്ന് ജീരകമാണ് ഇട്ടത്. ജീരകവും വറ്റൽമുളക് ഇട്ട് സവാളയും കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴച്ചാണ് കേട്ടോ. ഡെയിലി വെക്കുന്നതിൻ്റെ വ്യത്യസ്തമായിട്ടാണ് കേട്ടോ ഇന്ന് തക്കാളിക്കറി ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ സവാളയും വെളുത്തുള്ളിയും മാത്രം ഇട്ടിട്ട് അങ്ങനെ ചെയ്യാറുള്ളൂ, അങ്ങനെയാണ് എപ്പോഴും ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്ന് കുറച്ചൊരു ജീരകത്തിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ ഞാൻ വലിയ ഇഷ്ടമില്ല സത്യത്തിൽ, പക്ഷേ നമ്മളിടയ്ക്കിടയ്ക്ക് മാറി ടേസ്റ്റൊക്കെ പിടിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ മനഃപൂർവ്വം ഇട്ടതാണ്. ജീരകം കാണുമ്പോൾ തന്നെ ജീരകം ഇങ്ങനെ കടിക്കാനൊന്നും ഇഷ്ടമില്ല, ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാണ്ടല്ല, പക്ഷെ ഇങ്ങനത്തെ കറികളിലൊന്നും നമ്മുടെ ഒരു ഫ്ലേവർ അല്ലല്ലോ, ഇങ്ങനെ പെട്ടെന്ന് വരുമ്പോൾ നമ്മുടെ ഒരു ടേസ്റ്റ് അല്ലാത്തതുകൊണ്ട് വലിയ താല്പര്യമില്ല, പക്ഷെ കഴിക്കും അങ്ങനെ. അപ്പോൾ അതേ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വേവിച്ച് വെച്ചേക്കണം പരിപ്പും തക്കാളിയും കൂടി വേവിച്ച് വെച്ചേക്കുന്നത് ഇടും. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു, കാരണം അതൊന്ന് അങ്ങനെ ഒന്ന് ചൂടാവാൻ എന്തോ ഒരു പ്രശ്നം പോലെ. അപ്പോൾ അതൊന്ന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അപ്പോൾ അതൊന്നും ഇങ്ങനെ മയങ്ങി റെഡിയായി വന്നു. അപ്പോൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് നമ്മുടെ കറി അങ്ങനെ ഉപ്പൊക്കെ നോക്കിയപ്പോൾ അത്യാവശ്യം ഓക്കെയാണ്. ഉപ്പൊക്കെ ഇട്ടപ്പോൾ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീമും കൂടി ഒഴിക്കുന്നുണ്ട്. കുറച്ച് ഒരു പരീക്ഷണാർത്ഥം ചെയ്യുന്നതാണ് കേട്ടോ, പക്ഷെ കുഴപ്പമൊന്നുമില്ലാണ്ട് അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നു. പിന്നെ ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തിയും കൂടി ഇടാണ്. അപ്പോൾ ഒരു ടേസ്റ്റും ഇച്ചിരി ഫ്ലേവറും മാറട്ടെ എന്ന് വിചാരിച്ചിട്ട് വെച്ച് നെയ്യും കൂടി ഒഴിച്ചു. പരിപ്പ് കറി ഉണ്ടാക്കുമ്പോൾ ഞാൻ പൊതുവെ നെയ്യ് ഇടാറുണ്ട്. സെപ്പറേറ്റ് നെയ്യിടും, അല്ലെങ്കിൽ നെയ്യിൽ ചെയ്യും. അപ്പോൾ വേറൊരു ടേസ്റ്റ്, വെളിച്ചെണ്ണേക്കാളും ടേസ്റ്റ് നെയ്യിൽ ചെയ്യുമ്പോൾ തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പരിപ്പ് കറി അങ്ങനെ റെഡി, ദോശ റെഡി. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ചായയും പരിപ്പ് കറിയും ഗോതമ്പ് ദോശയും കൂട്ടി ആണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അമ്മയുടെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അമ്മ കിടന്ന് ഉറക്കമായി. അത് കഴിഞ്ഞപ്പോഴേക്കും സ്റ്റീവിനെയും കൊണ്ട് ഇങ്ങനെ നടക്കലാണ് ഇനി ഉച്ച വരെയുള്ള എൻ്റെ പണി എന്ന് പറയണത് കേട്ടോ. ഇവനിങ്ങനെ ഓരോന്നൊക്കെ ചെയ്ത് അവൻ്റെ പിന്നാലെ ഇങ്ങനെ നടന്നാൽ ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയി. അപ്പോൾ ഇന്ന് സണ്ണചേട്ടൻ വെളുപ്പിന് ഒരു 4:30 ആയപ്പോൾ
സൈക്കിളും കൊണ്ട് പോയേക്കാണ്. ഡെയിലി പോകാറുണ്ട്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഒന്ന് പോകാനൊന്നും പറ്റാറില്ല, കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ സനചേട്ടൻ അങ്ങനെ പോയി. അപ്പോൾ ഞാൻ ഒന്നും കൂടി നേരത്തെ എണീറ്റു. അപ്പോൾ ഇന്ന് ഉപ്പുമാവാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഗ്രേസിറ്റിക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള കറിയൊക്കെ ദേ അവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. ഉരുളക്കിഴങ്ങ് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അതേ ഉപ്പുമാവ്, നോർമൽ ഒരു ഉപ്പുമാവ്, അതിൽ കുറച്ച് ഫ്രോസൺ ബീൻസൊക്കെ ഇട്ട് അങ്ങനെ അതേ ഉപ്പുമാവും അങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഗ്രേസിന് സ്കൂളിൽ ബസ്സിന് കയറ്റി വിട്ട് വന്ന വഴിക്ക് 3 കിലോ ചെറിയുള്ളി 100 രൂപ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് പോകുന്നുണ്ട്. അപ്പം അത് കണ്ടപ്പോൾ നല്ല ഉള്ളിയായിട്ട് തോന്നി. അപ്പം അങ്ങനെ അത് മേടിച്ചു. പിന്നെ ഇത് 8:30-8:45 ആറായപ്പോഴേക്കും സന്നിധാനം തിരിച്ചെത്തിയിട്ടാ. സൈക്കിൾ റൈഡിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആളിതേ തിരിച്ചെത്തിയിട്ടുണ്ട്. എത്ര കിലോമീറ്റർ ഓടിച്ച്? 50.34. എൻ്റെ പൊന്നെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വർക്കൗട്ട് ഔഷധയില്ലേ വേർതെടുക്ക് വിളിച്ചു. ക്ഷീണം മാറ്റാൻ ഒരു തണ്ണിമത്തനാവാം എന്ന് പറഞ്ഞാണ് ഞാൻ തണ്ണിമത്തൻ ഒരു പകുതി ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്നെടുത്ത് കട്ട് ചെയ്തിട്ട് ഫ്രഷായിട്ട് തന്നെ ഒരു ജ്യൂസ് അടിച്ച് കൊടുക്കാൻ പോവാണ്. ഇങ്ങനെ സൈക്കിൾ ചവിട്ടി തിരിച്ച് വന്നപ്പോഴേക്കും ഒരു ക്ഷീണമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എനിക്കും സന്നജാനും കൂടി അങ്ങനെ കഴിക്കാനായിട്ട് എടുക്കുകയാണ്. അമ്മയ്ക്ക് ചായയൊക്കെ കൊടുത്തു. അമ്മ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഉപ്പുമാവിൻ്റെ കൂടെ പഴം കൂട്ടിയിട്ടാണ് കൊടുത്തത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അമ്മ അതേ രാവിലത്തെ ഭക്ഷണം കഴിഞ്ഞ് അമ്മ കിടന്നു. അപ്പം അങ്ങനെ അത് ഉച്ചയായിട്ടാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലഞ്ചിനുള്ള പരിപാടികളൊക്കെ ചെയ്യാൻ പോവാണ്. ഞാനെന്നും ഈ പുളി പൊട്ടിക്കണ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുമായിരിക്കും ചിലപ്പോൾ ഇത് എല്ലാ ദിവസവും പുളിക്കറിയാണോ എന്ന്. എല്ലാ ദിവസം ഒന്നല്ല കേട്ടോ. 2-3 ദിവസത്തെ ഗ്യാപ്പിൽ കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിനൊക്കെ ആയിട്ട് എടുത്ത് വെക്കാറുണ്ട്. അപ്പോൾ എന്തായാലും പുളിയുള്ള സമയത്ത് മീനിട്ട് ഇതുവരെ വെച്ചിട്ടില്ല. അപ്പോൾ അമ്മയ്ക്ക് ഉണക്കമീനിട്ട് ഇങ്ങനെ കറി വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അമ്മയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ് ഇന്നത്തെ എൻ്റെ ഉച്ചയ്ക്കത്തെ കറി. കാരണം ഉണക്കമീൻ ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് വേറെ കറികളോടൊക്കെ ഒന്നും വായിക്ക് രുചിയില്ല. അമ്മയ്ക്ക് ഇഷ്ടക്കുറവൊക്കെ ഉണ്ട് ചില കറികൾക്കൊക്കെ. അപ്പോൾ ഇങ്ങനത്തെ കറികൾ ഇച്ചിരി എരിവും പുളിയും മീനിൻ്റെ ഒരു ചെറിയൊരു ഫ്ലേവറും ഉണക്കമീനൊക്കെ ആണെങ്കിൽ ഒരു ഇഷ്ടമുണ്ട്. അപ്പം എന്തായാലും ഞാൻ അമ്മയ്ക്ക് വേണ്ടി അങ്ങനെ ഉണ്ടാക്കാം. അപ്പം അമ്മ ഹാപ്പി ആവും. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഉണ്ടാക്കാനുള്ള പരിപാടികളൊക്കെ ചെയ്യാൻ കേട്ടോ. അപ്പോൾ ചെറിയുള്ളിയാണ്, നമുക്ക് ചെറിയുള്ളി കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ ചെറിയുള്ളിയാണ് ഇപ്പോൾ മെയിൻ താരം. സവാള കുറച്ചുണ്ട്, പക്ഷെ ഞാൻ സവാള മേടിക്കാമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പോഴാണ് ഇത്രയും ഉള്ളി കെട്ടുക. അപ്പോൾ ഉള്ളി നമ്മുടെ കറികളിലിടുമ്പോൾ പ്രത്യേക ടേസ്റ്റാണല്ലോ. നന്നാക്കാനുള്ളൊരു മടി ഒഴിച്ചാൽ ഉള്ളി അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് ഉള്ളിയൊക്കെ എടുത്ത് അങ്ങനെ ഇട്ട് ഉണക്കമീനും പുളിയും ഉള്ളിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൈ കൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാണ്. തേങ്ങാപ്പാൽ പിഴിഞ്ഞിട്ടാണ് കേട്ടോ കറി വെക്കണത്. അമ്മയ്ക്ക് പൊതുവേ തേങ്ങാപ്പാൽ പിഴിഞ്ഞ കറികളോട് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ സന്നിധാനം അത്രയും വലിയ ഇൻട്രസ്റ്റഡ് അല്ലാത്തതുകൊണ്ട് ഇപ്പം തേങ്ങാപ്പാൽ ഉപയോഗം ഉണ്ടെങ്കിലും പണ്ടത്തെ അത്ര ഇല്ല കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ തേങ്ങ ഒക്കെ പൊതിച്ചു ചിരവി എടുത്തു. അപ്പോൾ ആദ്യത്തെ തേങ്ങാപ്പാൽ മാറ്റി വെച്ചിട്ട് രണ്ടാമത്തെ തേങ്ങാപ്പാൽ ഇത് ഡയറക്റ്റ് തന്നെ പിഴിഞ്ഞ് ഒഴിക്കുകയാണ്. അപ്പം ഇന്നത്തെ എൻ്റെ ഉച്ചയ്ക്കത്തെ കുക്കിങ്ങും ഭക്ഷണവും ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് മമ്മിയും ഞങ്ങളെല്ലാവർക്കും കൂടി ഒന്ന് പുറത്തേക്ക് പോകണം. കുറച്ച് കാര്യങ്ങൾ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരുമിച്ച് പോകണം. അപ്പോൾ വേഗം എൻ്റെ പണികളൊക്കെ തീർക്കാട്ടെ. സ്റ്റീവാണെങ്കിൽ നല്ല സമയം നോക്കി നല്ല കുട്ടനായിട്ട് കിടന്നുറങ്ങി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരു സന്തോഷമുണ്ട്. കാരണം ഇന്ന് സന്നയുടെ വെളുപ്പിന് പോയ കാരണം ഞാൻ ഇച്ചിരിയും കൂടി നേരത്തെ എഴുന്നേറ്റു. അപ്പോൾ അവൻ ഇച്ചിരിയും കൂടി നേരത്തെ എഴുന്നേറ്റു. മീൻസ് എല്ലാ ദിവസവും എണീക്കുന്നേക്കാളും നേരത്തെ അവൻ എണീറ്റു. അപ്പോൾ അതുകൊണ്ട് ഉച്ചയ്ക്ക് നേരത്തെ കിടന്നുറങ്ങി. എല്ലാ ദിവസവും ഉറങ്ങണേക്കാളും ഒരു 2 മണിക്കൂർ മുമ്പ് അവൻ ഉറങ്ങി. അപ്പോൾ എന്തായാലും എൻ്റെ കറി അടുപ്പത്ത് വയ്ക്കാൻ പോവാണ്. അപ്പോൾ ഇന്ന് ഇതിൻ്റെ കൂടെ ഞാൻ സോയാ ചങ്ക്സും കൂടി കറി ഒന്ന് ഫ്രൈ ചെയ്ത് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓൾറെഡി അത് വേവിച്ച് ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് ഞാൻ പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത്. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് കുറച്ച് വെളുത്തുള്ളിനെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. ഓവറായിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്യാൻ നമുക്ക് നിൽക്കണില്ല. എന്നിട്ട് ഡയറക്റ്റ് സോയാ ചങ്ക്സിന് ഇടാണ് കേട്ടോ. ഗ്രേസിന് ഞാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇതിങ്ങനെ കഴിക്കാൻ. വെറുതെ കോരി കഴിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചോറിൻ്റെ കൂടെ നമുക്കൊരു സൈഡ് കറിയായിട്ട് യൂസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നതാണ്. അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ.
ഇത്രയേ ഉള്ളൂ. ഇനി അത് അടച്ചു വെച്ച് വേവിക്കും. പിന്നെ തുറന്ന് വെച്ചിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും. ചിലപ്പോൾ ഗരം മസാലയ്ക്ക് വരെ ചിക്കൻ മസാലയ്ക്ക് ഉപയോഗിക്കാറുണ്ട്. ഞാൻ ഗരം മസാലയാണ് ഇട്ടത്. അപ്പോൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി അങ്ങനെ അതേ മിക്സ് ചെയ്ത് ഒന്ന് അടച്ചു വെച്ച് അങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോകണം. അപ്പോഴേക്കും നമ്മുടെ കറി അപ്പുറത്ത് റെഡിയാവും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുവരെ നമ്മുടെ വൈഡ് വ്ളോഗ്സിൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാണ്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഫോളോ ചെയ്തോളൂ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്തോളൂ പേജ്. നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വേണമെന്ന് ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. അങ്ങനെ ദേ നമ്മുടെ കറി അങ്ങനെ അത്യാവശ്യം തിളച്ച് വറ്റി റെഡി ആയിട്ടുണ്ട്. ആദ്യത്തെ തേങ്ങാപ്പാലും കൂടി ദേ ഒഴിക്കുകയാണ്. ഇനി അടുക്കള ക്ലീൻ ചെയ്യുന്ന പരിപാടിയുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഫുൾ അടുക്കള ക്ലീൻ ചെയ്യണുള്ളൂ. അപ്പോൾ അങ്ങനെ ദേ നമ്മുടെ സോയ ചങ്ക്സ് അങ്ങനെ ഫ്രൈ ആയി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ലോണം അതിൻ്റെ വെള്ളമൊക്കെ പോയി അങ്ങനെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് സോയാ സോസും കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചായിരുന്നു. അത് നമുക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. പക്ഷേ ആ ഒരു ചെറിയൊരു പുളിയും ആ ഒരു ഫ്ലേവറും വരുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ കറിയുടെ പരിപാടികളൊക്കെ ഏകദേശം തീർന്നു. ഇനി നമ്മുടെ ഇരുമ്പുളി ഉണക്കമീനും ഇട്ട കറി ഒന്ന് താളിച്ചിട്ടാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ കറി പരിപാടിയും ചോറൊക്കെ ഓൾറെഡി ഇപ്പോൾ ഗ്രേസ് സ്കൂളിൽ പോകുന്ന സമയമാകുമ്പോഴേക്കും ചോറ് വെപ്പൊക്കെ കഴിയും. അപ്പം അങ്ങനെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ഉലുവ പൊട്ടിച്ചു, ചെറിയ ഉള്ളി ഇട്ടു, കറിവേപ്പില ഇട്ടു. ഇനി കറി താളിച്ച് അങ്ങനെ ഒഴിക്കുകയാണ്. അപ്പോൾ അങ്ങനെ എൻ്റെ കറി പരിപാടികൾ അങ്ങനെ പൂർണ്ണമായും അവസാനിച്ചു കേട്ടോ. അപ്പോൾ ഇനി പുളി കൊണ്ട് അച്ചാറൊക്കെ ഉണ്ടാക്കണം, എപ്പോഴാണെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങളിത് ചാലക്കുടിയിലൊക്കെ പോയി ഗ്രേസിനൊക്കെ സ്കൂളിൽ നിന്ന് എടുത്തു. അപ്പോൾ ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ചായ കുടിക്കാൻ പോവാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.